നീ ചെയ്തു വെക്കുന്ന ഓരോ തെമ്മാടിത്തരത്തിന് എനിക്ക് ഫോൺ പോലും താത്തി വെക്കാനുള്ള സമയമില്ല. നീ ഇന്നലെ വല്ല തെമ്മാടിത്തരം കാണിച്ചോ? പോലീസ് സ്റ്റേഷനിൽ രാവിലെ അവനെ വിളിക്കുക. ഞാൻ എന്ത് പറയണം? ഹലോ ഹലോ, കട്ടാക്കിയോ? ഓ, എവനെ കൊണ്ട് ഞാൻ തോറ്റ, അവനെ കൊണ്ട് ഞാൻ നശിക്കും. എന്നെ പറയിപ്പിക്കാനുണ്ടായത്. നിങ്ങളല്ലേ ദാമോദരൻ? അതെ. KL2C939 ഇന്നോവ കാർ നിങ്ങളുടെയാണോ? അതെ. ഇന്നലെ കൊല്ലത്ത് കാവനാടിനും ശക്തികുളങ്ങൾക്കും ഇടയിലെ കപ്പിത്താൻ ജംഗ്ഷനിൽ വെച്ച് ആ വണ്ടി ഒരാൾ ഇടിച്ചിട്ടിട്ട് പോരുന്നു നിർത്താതെ. നിങ്ങളാണോ ഓടിച്ചത്? എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല സാർ. മോനെ ഓട്ടിക്കുന്നത്. എന്താ എന്ത് പറ്റി? എന്താ എല്ലാം സംഭവിച്ചോ? മകനാണോ ഓട്ടിക്കുന്നത്? എന്നിട്ട് മകൻ എന്തേ? ഇവിടെ ഉണ്ടോ? ഇല്ല സാർ. പിന്നെ എവിടെ കാണോ? അവനെവിടാന്ന് നമുക്കറിയില്ല. അവൻ രാത്രി വരും, വന്ന് കിടക്കും, രാവിലെ എഴുന്നേറ്റ് പോകും. മകന്റെ പേരെന്താ? ദീപു. ദീപു. വണ്ടി നിങ്ങളുടെ പേരിലല്ലേ? RC നമ്പർ? അതെ സാർ. ദാമോദരൻ. മകനെയും വണ്ടിയെയും കസ്റ്റഡിയിൽ എടുക്കാനാണ്. എന്താ പറ്റി സാർ? ഒരു ഫാമിലി സഞ്ചരിച്ച് വന്നവരെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ അങ്ങ് പോരുന്നു. റോഡിൽ പോകുന്നവരെ ഇടിച്ചിട്ടിട്ട് ഒരു ക്ഷമ പോലും പറയാതെ അങ്ങ് പോയാലേ അവനെയൊക്കെ അന്വേഷിച്ച് വരാൻ ആളുണ്ടെന്ന് ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ? സാർ, പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട സാർ. എന്ത് വേണമെങ്കിലും ചെയ്യാം. അവർക്ക് എന്ത് വേണമെങ്കിലും നഷ്ടപരിഹാരം ചെയ്യാം സാർ. നഷ്ടപരിഹാരം എന്തായാലും കൊടുക്കേണ്ടി വരും. പക്ഷെ അവനെയും വണ്ടിയും കസ്റ്റഡിയിൽ എടുക്കണം. ഇതിനു മുമ്പും സമാനമായ പല കേസുകളും അവന്റെ പേരിലുണ്ട്. എന്റെ പൊന്ന് സാറേ, എന്ത് ചെയ്യാനാ സാറേ? നമ്മൾ ആറ്റുപറ്റും ഉണ്ടായ ഒരു ചെറുക്കനെ അവന്. വിവാഹം കഴിഞ്ഞ് 12 കൊല്ലത്തോളം കാത്തിരുന്ന് കിട്ടിയതാ. അവന് ഓമനിച്ച് ലാളിച്ച് എല്ലാം ചെയ്ത് അവൻ പറയുന്ന ചോദിക്കുന്ന എല്ലാം വാങ്ങിച്ചു കൊടുത്ത് ചെയ്തു പോയി. അങ്ങനെ CC ഇട്ടെടുത്ത് കൊടുത്ത കാറ് സാറേ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ ഡെയിലി ഇങ്ങനെ ഓരോ കേസ് തൊട്ട വല്ല പുറകെ ചിറ്റി അടക്കിയ. തൊഴിലുറപ്പിന് പോയി അവരാണ് CC അടയ്ക്കുന്നത്. എന്ത് ചെയ്യാനാ സാറേ? ഞങ്ങൾ ഇതിലേന്ന് ഒഴിവാക്കി തരണം സാറേ. പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല. പരാതിക്കാർ ഒത്തുതീർപ്പ് തയ്യാറാണെങ്കിൽ ഒത്തുതീർപ്പാവട്ടെ, അല്ലെങ്കിൽ കേസെടുക്കും. എന്തായാലും രാവിലെ 10 മണിക്ക് മകനെയും വണ്ടിയും കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാവണം. ശക്തികുളങ്ങ പോലീസ് സ്റ്റേഷൻ. ഓക്കെ? എന്റെ പൊന്ന് സാറാ, സാറിന്റെ കാല് പിടിക്കാം സാറേ. എന്റെ പൊന്ന് സാറാ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഞങ്ങൾ എന്ത് നിരപരാധികളാണ് സാറേ. അവൻ ലക്കില്ലാതെ വന്ന് കയറും സാറേ. ഞങ്ങൾ എന്തോ ചെയ്ത് ഞങ്ങൾക്ക് പോലും അറിയത്തില്ല. അവൻ ബോധമില്ലാതെ വന്നാൽ ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിലല്ല സാറേ കിടക്കുന്നത്. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സാറേ? നാട്ടുകാരുടെ അടുത്ത് പറയാൻ പറ്റുമോ? മോനായി പോയില്ലേ? മകനിപ്പോ എവിടെ ഉണ്ടാകുന്ന സാധ്യത നിങ്ങൾക്ക് വല്ല അറിവുണ്ടോ? ഒരു അറിവില്ല സാറേ. അവൻ കൂട്ടുകെട്ടി എവിടാ പോകുന്നത്, എന്തോ ചെയ്യുന്നതെന്ന് ഒരു വിവരമില്ല സാറേ. അവൻ എത്ര മണിക്കാ വരാറ് രാത്രിയിൽ? അങ്ങനൊന്നുമില്ല സാറേ. ചിലപ്പോൾ പാരാത്രിയാവും. ഒരു ബോധവും കാണത്തില്ല. അന്ന് ഞങ്ങൾ എവിടെങ്കിലും ബന്ധുക്കളുടെ വീട്ടിലോട്ട് പോയും കിടക്കും സാറേ. അപ്പോൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് അവനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം അവൻ ഇനിയും ലക്ക് കെട്ട് റോഡിൽ വണ്ടിയുമായിട്ട് ഇറങ്ങും. അന്നൊരു പക്ഷേ ഇരയാകുന്നത് ഞാനോ എൻ്റെ കുടുംബക്കാരോ ആയിരിക്കും. വീട്ടിൽ എപ്പോൾ വന്നാലും പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. രാവിലെ വിളിച്ചില്ലേ? അതെ, അത് എൻ്റെ നമ്പരാ. ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഓ ശരി സാർ. പോലീസ് കേസുമായി നാളെ വന്ന് ഇന്ന് ഞാൻ അവന് വേണ്ടി സ്റ്റേഷനിൽ കയറി ഇറങ്ങി നടക്കണമല്ലോ. മക്കളുമാരുണ്ടായ പക്ഷെ നന്നായില്ലേ, എന്ത് ചെയ്യാനാ?